സ്വാഭാവികമായ വിഷമുണ്ടാകും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതിന്റെ പ്രയാസമാണ് നിങ്ങൾ ഈ നിർഗളിക്കുന്നത്. പണ്ടൊരു കുട്ടി പറഞ്ഞു, വാപ്പ പത്തായത്തിനും കൂടി ഇല്ല എന്ന് പറഞ്ഞു. എന്നതുപോലെ നിങ്ങൾ ആദ്യം തന്നെ എടുത്തുകൊണ്ട് പറയാണ്, മഞ്ചേശ്വരം സംവാദത്തിന് ഞങ്ങൾ ജയിച്ചു, ഇടമുട്ട സംവാദത്തിന് ഞങ്ങൾ ജയിച്ചു, അതുകൊണ്ട് വാപ്പ പത്തായത്തിനില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. അതിന്റെ യാഥാർത്ഥ്യം ഇവിടെ ആളുകൾക്ക്, അത് കാണുന്നവർക്ക്, കേൾക്കുന്നവർക്ക് അറിയാൻ കഴിയും. യാതൊരു സംശയവും വേണ്ട. അദ്ദേഹം പറഞ്ഞത് കിതാബിയായ ഒരു ചർച്ചയ്ക്ക്, എന്താണ് ആ പദപ്രയോഗം? കിതാബിയായ ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ പാളീസാകുന്ന. അപ്പൊ അയാളെ കിതാബിലുള്ള ഒരു പാണ്ഡിത്യം എത്രയാണെന്ന് അറിയും. ഞാൻ അയാളെ കുറ്റപ്പെടുത്തുന്നില്ല. അയാൾ തന്നെ പറയുന്നത് കിതാബിയായ ചർച്ച വേണം, പ്രമാണങ്ങൾ വേണമെന്ന. അപ്പൊ പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആനിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ഞാൻ കൊച്ചാക്കാൻ വേണ്ടി പറയല്ല, വ്യക്തിഹത്യ നടത്തുകയാണെന്ന് പറയരുത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരുപാട് സ്ഖലിതങ്ങളുണ്ട്, തെറ്റുകളുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് ഏറാബുകൾ തെറ്റുണ്ട്, ഞാനത് ഇപ്പൊ പറയുന്നില്ല. അദ്ദേഹം നിഷേധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ ഒരുപാട് കാണിച്ചു തരും. അതേ അവസരത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, വിശുദ്ധ ഖുർആനിലൊക്കെ തെറ്റായി ഓതിയാല് അതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമല്ലേ? കിതാബിയായ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആളുകളാണ്, പ്രമാണത്തെക്കുറിച്ച് വല്ലാതെ വാതോരാതെ പ്രസംഗിക്കുന്ന ആളുകളാണ്. ഖുർആനൊക്കെ നോണ ഓതിയാൽ അത് മനുഷ്യൻ കേട്ട ഒരു മോശമല്ലേ? നിങ്ങളെ കിതാബിയായ പാണ്ഡിത്യം നിങ്ങൾക്ക് അറിയണോ സഹോദരന്മാരെ? അയാൾ പറയുന്നു, നോക്ക് നിങ്ങൾ, അയാൾ ഓതുന്ന ഒരു ആയത്ത് ഒന്ന് വെച്ചാൽ, രണ്ട് ആയത്തുകളാണ് അദ്ദേഹം ഓതിയത്. ഒന്ന് സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ ആയത്താണ് അദ്ദേഹം ഓതുന്നത്. അതിലെന്താണ്? വിശുദ്ധ ഖുർആനിന്റെ സൂക്തമായി അദ്ദേഹം പറയുന്നത്, വഅന്നഹാദാ സിറാത്തുൻ മുസ്തഖീമഹ ഫത്തബിഊ. എന്താണ് വഅന്നഹാദാ സിറാത്തുൻ മുസ്തഖീമ ഫത്തബിഊ? ഖുർആനിൽ സഹോദര അങ്ങനെ ഒരു ആയത്തില്ല. അത് നിങ്ങളെ വ്യക്തിഹത്യ നടത്തല്ല, ഖുർആനിന്റെ പേരിൽ പറയുന്നതാണല്ലോ. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തില്ല. ഖുർആനിലുള്ള ആയത്ത് ഇങ്ങനെയാണ്, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ ഫത്തബിഊ. അങ്ങനെയാണ്, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമൻ ഫത്തബിഊ. ഈ പറയുന്നത് ഇതുണ്ടല്ലോ, സിറാത്തീ എന്റെ മാർഗമാണ്, മുസ്തഖീമൻ ശരിയായ ചൊവ്വായ മാർഗമാണ്, ഫത്തബിഊ അതിനെ നിങ്ങൾ പിൻപറ്റുവീൻ. ഇങ്ങനെ ഖുർആനിലുള്ളത്. വഅന്ന ഹാദാ സിറാത്തുൻ മുസ്തഖീമാ എന്നല്ല. ഒരു കിതാബിയായ ചർച്ചയ്ക്ക് ഇരുന്നാൽ പോലെ ആയത്തെങ്കിലും ഒന്ന് 4 സൂക്തം 4 അധ്യായം 3 സൂക്തം എന്നിങ്ങനെ പറഞ്ഞു പോകാൻ എല്ലാവർക്കും കേൾക്കും. അതല്ല, ഖുർആന്റെ ഓതി നോക്കണം, അപ്പ കാണാൻ കള്ളി. രണ്ടാമത് ഓതിയ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹം പറഞ്ഞു, വാഖിഫൂന ഫിൽ മസാജിദ്. എന്താണ് ആ പറച്ച്? വാഖിഫൂന ഫിൽ മസാജിദ് അങ്ങനെയല്ല ഖുർആനിലുള്ളത്. വിശുദ്ധ ഖുർആനിലെ ആ സൂറത്ത് സഹോദരന്മാരെ, ആ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ ആയത്താണ്. ആ 187-ാമത്തെ ആയത്തിൽ പടച്ച തമ്പുരാൻ പറയുന്നത് എന്താണ്? വഅകിഫൂന ഫിൽ മസാജിദി എന്നല്ല, നോക്കൂ നിങ്ങൾ, ദീർഘമായ ആയത്താണ്. ഖുർആൻ പറയുന്നു, വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. അങ്ങനെയാണ് ഖുർആനിലെ ആയത്തൊക്കെ ഓതുമ്പോ. ഞാൻ വലിയ ഖുർആൻ പണ്ഡിതനാണെന്ന് അറിയാൻ വേണ്ടി തൊള്ളയിൽ വരുന്നത് വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ ഓതണ്ടല്ലോ, ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഓതിയാ പോരെ. ഖുർആനിലുള്ളത് അങ്ങനെയാണ്, അൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്നാണ്, ആകിഫൂന ഫിൽ മസാജിദ് എന്നല്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. പരിശുദ്ധ ഖുർആനിന്റെ പേരിൽ നിങ്ങൾ ഓതിയ തെറ്റായ സൂക്തങ്ങളാണ് ഇത്. വേറെയും ഒരുപാട് തെറ്റുകളുണ്ട്, സാമ്പിളിന് വേണ്ടി ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. കിതാബിയായ ചർച്ച എന്നൊക്കെ പറയുമ്പോ, ഖുർആനും സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ച എന്നൊക്കെ പറയുമ്പോ ഖുർആനോട്ട് അറിയോ ഇയാൾക്ക്? നമ്മളൊന്ന് അറിഞ്ഞിരിക്കണല്ലോ. പിന്നെ അയാളെ ഹദീസിലൊക്കെ ഒരുപാട് തെറ്റുകൾ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ബുഖാരിയിൽ ഒരു 3 തവണ ഒന്നിച്ച് അയാൾ പറഞ്ഞൊരു തെറ്റ് എനിക്ക് ഓർക്കുകയാണ്. ബുഖാരിയിലുള്ള ഒരു ഹദീസ് എന്താണ്? ഖൈബർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ ഖൈബർ യുദ്ധത്തിന് പോയപ്പോ മുസ്ലിമീങ്ങൾ പറഞ്ഞത് എന്താ? അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ വഅൻസിലൻ സകീനതൻ അലൈനാ
വസബ്ബിതിൽ അഖ്ദാമ ഇല്ലാഖീനാ. സ്വഹീഹുൽ ബുഖാരിയിൽ ഇത് കാണാം. നമ്മളെ മൗലവി 3 തവണ അവിടെ പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾ? സാധു, ഞാൻ ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. എന്താണ്? വഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതുൽ അഖ്ദാമ ഇല്ലാഖീനാ വസബ്ബിതുൽ അഖ്ദാമ ഇല്ലാഖീനാ. മുതഅല്ലിമുകളുണ്ട്, ചെറിയ ഞങ്ങളെ ദർസിലൊക്കെ പഠിക്കുന്ന അവാബിൽ പഠിക്കുന്ന ചെറിയ മുതഅല്ലിമുകൾ. സഹോദരന്മാരെ, അവർക്കൊക്കെ അറിയാം ഇത് എത്രമാത്രം വിഡ്ഢിത്താണ്. പക്ഷെ ഞാൻ അതൊന്നും പറയുന്നില്ല. ആ ജാതി തെറ്റുകളൊന്നും ഞാൻ അയാളെ കുറിച്ച് പറയുന്നില്ല. അത് ഒരുപാട് തെറ്റുകൾ അങ്ങനെ ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ വ്യാകരണ പിശകുകളും മനുഷ്യരിൽ സംഭവിക്കും. പക്ഷെ ആയത്തുകളും ഹദീസുകളും ഒക്കെ ആകുമ്പോൾ, ഖുർആനിൽ അള്ളാഹുവിന്റെ പേരിലാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് മതി കിതാബിയായ ചർച്ചയ്ക്ക് മറ്റു ഉലമാക്കളെ അഹ്ലുസുന്നയെ വെല്ലുവിളിക്കുക എന്നാണ് സൗമ്യമായി എനിക്ക് പറയാനുള്ളത്. സഹോദരന്മാരെ, ഇങ്ങനെ ഈ കിതാബിയായ ചർച്ചക്കൊക്കെ വെല്ലുവിളിക്കുന്ന മൗലവി മുപ്പര കമന്റ് കേൾക്കുക. അത് നിങ്ങൾ നമ്മളെ പ്രവർത്തകന്മാർ അത് റെക്കോർഡ് ചെയ്യുമ്പോ അയാളുടെ കമന്റ് അയാൾ പറയാണ്, നിങ്ങൾ കേൾക്കുക. അയാൾ പറയുന്നു, ശരിക്ക് റെക്കോർഡ് ചെയ്തോളി, നിങ്ങൾ ശരിക്ക് മനസ്സിലായിക്കോളി. ആ ശരിക്ക് റെക്കോർഡ് അക്കമിട്ട് മറുപടി പറയുന്ന ആളെ കൊണ്ടുവരണം, എന്നെ നിങ്ങൾ ചീത്ത പറയരുത്. റെക്കോർഡ് ചെയ്യുന്നല്ലോ ചെയ്ത് നിങ്ങൾ വെറുതെ വായിച്ചു നോക്കി ഞങ്ങൾ തരുന്നു. അല്ല കേസ് ക്ലിയറായ ഫസ്റ്റ് കോപ്പി തരും, മാസ്റ്റർ കോപ്പി ഞങ്ങൾ ഇട്ടേനെ. എന്നാൽ വേണ്ടില്ല, നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നല്ലോ. അപ്പൊ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾക്ക് അക്കട്ട് മറുപടി പറയുന്ന ഒരാൾ കൊണ്ടുവരണം. ഞാൻ ചീത്ത പറയാനോ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ ചീത്ത പറയാനാണെങ്കിൽ ജനങ്ങൾ വരും. ഇല്ല, ചീത്ത വിളിക്കണില്ല, പ്രസ്ഥാനത്തും ചീത്ത വിളിക്കണില്ല. അക്കം വിട്ടുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ബാലുശേഖ് ഞാനിതാ ഇവിടെ മറുപടി പറയുകയാണ്. ആഴപ്പമുള്ള വഹാബികൾ ഉണ്ടെങ്കിൽ അക്കമിട്ട മറുപടി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം എന്നിട്ട് അക്കമിട്ട മറുപടി, അദ്ദേഹം ഇങ്ങനെ അക്കമിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താ? മൗലവിയുടെ വെല്ലുവിളികൾക്ക് നിങ്ങൾ അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ആൾ വലിയ ഒരു കാര്യമായി തന്റെ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ തന്നെ പറയുകയാണ്. എന്താ പറയുന്നതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, വിശുദ്ധ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്ന കുറെ ആളുകളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് വിശ്വസിക്കാനേ ഞങ്ങളെ കിട്ടുകയുള്ളൂ, ഇല്ലാത്തത് വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല. അതിന് ഉദാഹരണം പറയാനാണ്. എന്താ പറയുന്നത്? മരിച്ചു കഴിഞ്ഞാൽ കബറടക്കിയാൽ ഒരു മലക്ക് വരും. അത് ഏത് വിഭാഗമാണെങ്കിലും ചോദ്യം ചെയ്യാൻ മലക്ക് വരും. മലക്ക് വരുന്ന സമയത്ത് സഹോദരന്മാരെ, അദ്ദേഹം പറയുന്നു, 2 മലക്കുകൾ വന്ന് അദ്ദേഹത്തോട് ചോദ്യം ചെയ്യും. ഈ വിഷയം പ്രവാചകർ വളരെ വ്യക്തമായി പഠിപ്പിച്ചത് കാണാൻ കഴിയും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ ഹദീസ് എടുത്തുകൊണ്ട് മരിച്ചവർ കേൾക്കും എന്നതിന് സുന്നി പണ്ഡിതന്മാര് തെളിവ് പറയുന്നത് കാണാം. അത് ദുർവ്യാഖ്യാനമാണ്. ആര് പഠിപ്പിച്ചു? പ്രവാചകർ പഠിപ്പിച്ചോ? സ്വഹാബത്ത് പഠിപ്പിച്ചോ? താബിഈകൾ പഠിപ്പിച്ചോ? നീണ്ട ഘോരമായ വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ തന്നെ അദ്ദേഹം പറയുന്നു. ആ കാസറ്റ് നിങ്ങൾ കേൾക്കാം. റസൂലുള്ള എന്താണ്? അത് ഒരു സൂചി മുനമ്പ് പോലും കുറയ്ക്കാതെ മനസ്സിലാക്കുകയില്ല. റസൂലുള്ള എന്തായിരുന്നുവോ അതിൽ കവിഞ്ഞ് ഒരു സൂചി മുനമ്പ്, ഒരു മുട്ടുസൂചിയുടെ മുനമ്പ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ, അത്ര പോലും കൂട്ടാനും പാടില്ല. ഇതാണ് മുജാഹിദുകളുടെ ഈ വിഷയത്തിലെ നിലപാട്. സംശയം ആർക്കും വേണ്ട, ഇവിടെ തിരുത്തിക്കോളും, തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ കഴിയില്ല. പക്ഷെ ഇല്ലാത്തത് വിശ്വസിക്കാൻ ഞങ്ങൾ കിട്ടൂല. ഉള്ളതെന്തോ അതുള്ള അതേ അളവിൽ വിശ്വസിക്കാം. അത് എന്തിനാണോ അതിന് സ്വന്തമായിട്ട് വ്യാഖ്യാനം നൽകാതെ ജീവിക്കാം. ഒരു ഉദാഹരണം, പഠിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഒരു ഉദാഹരണം, നിങ്ങൾക്കൊക്കെ അറിയാം, ഏത് ജാതിപ്പെട്ടവനും ഏത് മതത്തിൽപ്പെട്ടവനും മരിക്കും. അങ്ങനെ മരിച്ചാൽ പള്ളിക്കാട്ടിലെ കബറിൽ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ തീ കത്തിച്ചിട്ടൊക്കെ മയ്യത്ത് ദഹിപ്പിക്കുക, അല്ലെങ്കിൽ നശിപ്പിക്കുക, പിന്നെ കത്തിച്ചു കളയുന്ന പല രീതി. മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് വെക്കുക. ഈ ശ്മശാനത്തിൽ കൊണ്ടുപോയൊരു മയ്യത്ത് വെച്ചാൽ ആ മയ്യത്തിന്റെ അടുത്ത് നിന്ന് ആളുകൾ ഇങ്ങോട്ട് നടന്ന് ഒരു 7 അടി ഇങ്ങോട്ട് വെക്കുമ്പോഴേക്കും ഈ മയ്യത്തിന്റെ സമീപത്ത് വരക്കുക. ഇത് പഠിപ്പിച്ചതാരാ? മുജാഹിദുകളല്ല, സുന്നിയല്ല, ജമാഅത്തല്ല, ഖാദിയനല്ല, നമ്മുടെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എവിടെയാ തകരാറ്? ഇത് പഠിപ്പിച്ചത് റസൂലാണ്, ഇത് സഹാബികളെ കേൾപ്പിച്ചത് റസൂലാണ്, ഇത് നമ്മളെ കേൾപ്പിച്ചത് സഹാബികളാണ്. സഹാബികളിൽ നിന്ന് കേട്ടതാരാണ്? മദ്ഹബിന്റെ ഇമാമിങ്ങളും അതിനെ തുടർന്ന് വന്നിട്ടുള്ള ഹദീസ് പണ്ഡിതന്മാരും താബിഈങ്ങളും അങ്ങനെയുള്ള ആളുകളാണ്. ഇവിടെ നമ്മൾ
ആലോചിക്കേണ്ട, ശരിക്കും ഹൃദയം തുറന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, പള്ളിക്കാട്ടിൽ മയ്യത്ത് കൊണ്ടുപോയി വെച്ച 7 അടി ഇങ്ങോട്ട് വരുമ്പോഴേക്കും മയ്യത്തിന് ജീവനിടിച്ചോ അല്ലെങ്കിൽ ആത്മീയമായോ മലക്കുകളുടെ വിചാരണയ്ക്ക് ഈ ശരീരം വിധേയമാകും അല്ലെങ്കിൽ ഈ മയ്യത്ത് വിധേയമാകുന്നു എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം മരിച്ചവർ കേൾക്കും, അതുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കാം എന്നതിന് തെളിവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയോ സഹാബത്ത് മനസ്സിലാക്കുകയോ സഹാബികളെ കണ്ടുമരിച്ച അടുത്ത തലമുറ കാണുകയോ മദ്ഹബിന്റെ ഇമാമികൾ മനസ്സിലാക്കി തരികയോ ഹദീസ് ക്രോഡീകരിച്ച മുഹദ്ദിസീങ്ങൾ പഠിപ്പിച്ചു തരികയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്ന് ഞാൻ പറയുന്നു, തീർത്തു പറയുന്നു. ആർക്കും അത് വെല്ലുവിളിയെ ഏറ്റെടുക്കാം, ഇല്ല എന്ന് പറയാം. ഇനി നോക്കൂ, ആധുനിക സമൂഹത്തിലെ ഹദീസ് എങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? മരിച്ചവർ കേൾക്കുന്നുണ്ട്, ഇത് തെളിവായിട്ടാണ്. ഞാനിവിടെ ചോദിക്കുന്നത്, പരലോകത്തെ പേടിക്കുന്ന, നരകത്ത് പോകരുതെന്ന് കൊതിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ഈ സദസ്സിനോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് മരിച്ചവരെ കേൾക്കാനുള്ള തെളിവാണെന്ന് പറയാൻ നിങ്ങളുടെ മാനദണ്ഡം എന്താണ്? ഈ ഹദീസ് പഠിപ്പിച്ച റസൂൽ ഇങ്ങനെ ഒരു ആശയം പഠിപ്പിച്ചിട്ടുണ്ടോ? സഹാബത്ത് ഈ ഹദീസിൽ നിങ്ങൾ ഒരു ആശയം പഠിച്ചിട്ടുണ്ടോ? സഹാബികളിൽ നിന്നും വന്ന് അടുത്ത തലമുറ പഠിച്ചിട്ടുണ്ടോ? പുതിയ കേരളത്തിലെ സുന്നി തലമുറയല്ലാത്ത ഏതെങ്കിലും ഒരു തലമുറ? ഇതൊരു ഉദാഹരണം പറഞ്ഞാണ് എല്ലാ വിഷയത്തിന്റെയും നിലപാട് മനസ്സിലാക്കി. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം ചിന്തിക്കുക, ഒരു കാര്യം പറഞ്ഞാൽ സത്യത്തിൽ ഈ ഹദീസ് വഴി എന്താ നബി പഠിപ്പിക്കുന്നതെന്നറിയോ? മരിച്ചോട് കേൾക്കുന്നത് പഠിപ്പിക്കാനല്ല, മറിച്ച് ഖബറിൽ വിചാരണയുണ്ട് എന്ന് പഠിപ്പിക്കാനാണ്. അത് ഏത് മനുഷ്യനും പിന്നെ മനസ്സിലാവും, ലളിതമായ ഹൃദയമുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവും. ഇത് റസൂൽ അത് പഠിപ്പിക്കുന്ന എന്താണ്? ഒരു മയ്യത്ത് പള്ളിക്കാട്ട് കൊണ്ടുവച്ചാൽ അവിടെ മുതൽ തുടങ്ങും ഇതിന്റെ സംഗതികൾ എന്ന് പഠിപ്പിക്കലാ ഉദ്ദേശം. അദ്ദേഹം പറഞ്ഞത് എന്താ? ഈ ഹദീസ് പ്രവാചകർ പറയുന്നത് മരിച്ചവർ കേൾക്കും എന്നതിന് തെളിവായിട്ടല്ല. അങ്ങനെ സുന്നി പണ്ഡിതർ പറയുന്നു, അത് ദുർവ്യാഖ്യാനമാണ്. ഇതൊരു വെല്ലുവിളിയായിട്ട് തന്നെ ഞാൻ പറയുന്നു, ആർക്ക് വേണമെങ്കിലും ഏറ്റെടുക്കാം എന്നാണ് മൗലവി പറഞ്ഞത്. നിങ്ങൾ കേട്ടല്ലോ. അതുകൊണ്ട് ആ ബാലുശ്ശേരി മൗലവിയോടും അദ്ദേഹത്തെ കൊണ്ടുവന്ന ആരുടെ മുമ്പിലും തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഹദീസ് ഉണ്ടല്ലോ, അത് ബാലുശ്ശേരി പറഞ്ഞതുപോലെ അറബിയിലല്ല, മലയാളത്തിലല്ല, കാണിക്കുകയാണ്. ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നോക്കൂ നിങ്ങൾ, ആ ഹദീസ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അറബിയിലാണ് മൗലവി ആ ഹദീസ് ഉള്ളത്. ഇവിടെ മുജാഹിദുകളില്ലേ, പണ്ഡിതന്മാരില്ലെങ്കിലും ഖുർആനും സുന്നത്തും വേണ്ടതുപോലെ പഠിച്ചവരില്ലെങ്കിലും അഫ്വലുലുമ പഠിച്ചവർ ഇവിടെ ഉണ്ടാകുമല്ലോ. അറബി ഒരു പക്ഷേ വായിക്കാൻ, ഹറക്കത്തിട്ട അറബിയൊക്കെ വായിക്കാൻ കഴിയുന്നവരുണ്ടാകുമല്ലോ. ഹറക്കത്തിട്ട സഹീഹ് മുസ്ലിമും ബുഖാരിയൊക്കെ ഇപ്പൊ വിപണിയിലുണ്ട്. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം. സഹീഹുൽ ബുഖാരിയിൽ 7217 നമ്പർ ഹദീസ് മറക്കണ്ട. സഹീഹ് മുസ്ലിമിൽ 7217 നമ്പർ ഹദീസായി ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു. എന്താണ്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, സ്വഹാബി പ്രമുഖനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി പറയുകയാണ്, ഇന്നൽ മയ്യിത, നിശ്ചയമായിട്ടും മരണപ്പെട്ടുപോയ മയ്യിത്തായ മനുഷ്യൻ, ആ മയ്യിത്തിനെ ഇദാ വുളിഅ ഫീ ഖബരിഹി, അവന്റെ ഖബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഇദാ വുളിഅ ഫീ ഖബരിഹി, അവന്റെ ഖബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഇന്നഹു, നിശ്ചയം ആ മയ്യിത്ത്, ലയസ്മഉ, ആ മയ്യിത്ത് കേൾക്കുക തന്നെ ചെയ്യും. ഇന്നഹു, ശേഷം ഇവിടെ നിഷേധിക്കുന്ന ബാലുശ്ശേരി മൗലവിയെ പോലുള്ള മൗലവിമാര് വരാൻ പോകുന്നു എന്ന് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ശക്തിയായി തേക്കീത് നൽകി. എത്ര തേക്കീതാണ് അത്? തേക്കീത് എന്ന് പറഞ്ഞ എന്താണെന്ന് തിരിയുന്നോളല്ലേ, അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ആ തേക്കീത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്നഹു, ആ മയ്യിത്ത്, ലയസ്മഉ, ആ മയ്യിത്ത് കേൾക്കുക തന്നെ ചെയ്യും. മയ്യത്തിനെ സംസ്കരിക്കാൻ വേണ്ടി അവിടെ കൂടിയ ആളുകൾ പിരിഞ്ഞു പോരുമ്പോൾ അവരുടെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം ആ മയ്യത്ത് കേൾക്കുമെന്ന് ഖാല റസൂലുള്ളാഹി
വഹാബികൾ മുജാഹിദുകൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ഈ ഹദീസ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് മരിച്ച മയ്യത്ത് കേൾക്കുമെന്നാണ്. കേൾക്കുമെന്നത് ദുർവ്യാഖ്യാനമല്ല, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നതാണ്. ഒരു ഹദീസോ സഹോദരന്മാരെ, ഇതിന്റെ തന്നെ 7216 ഹദീസ്. അതിലും കാണാം ഇന്നൽ അബ്ദ ഇദാ വുളിയ ഫീ ഖബ്രിഹി വതവല്ല അൻഹു വസ്ഹാബുഹു ഇന്നഹു ലയസ്മഉ ഖർആനിയാനിഹിം. ആ മയ്യത്ത് ഖബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ അനുയായികൾ അവർ പിന്തിരിഞ്ഞു പോരുകയും ചെയ്താൽ ഇന്നഹു ആ മയ്യത്ത് ലയസ്മഉ അദ്ദേഹം ആ മയ്യത്ത് കേൾക്കുക തന്നെ ചെയ്യും. ഖർആനിയാലിഹിം അവരുടെ ചെരിപ്പിന്റെ വാരിന്റെ ശബ്ദം മയ്യത്ത് കേൾക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഹദീസാ, സഹീഹ് മുസ്ലിമിലുള്ളതാ. നിഷേധിക്കാൻ കഴിയോ? കഴിഞ്ഞോ സഹോദരന്മാരെ? ഇനി സഹീഹുൽ ബുഖാരി നോക്കൂ നിങ്ങൾ. സഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് 1374 നമ്പറായ ഹദീസ്. മൗലവിമാരുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. ബാലുശ്ശേരിയെ കൊണ്ട് ഇത് പറയിപ്പിക്കണം, വായിപ്പിക്കണം. നിങ്ങൾ ആ അർത്ഥം വെച്ച് വിരല് വെച്ച് വായിക്കണം അയാളെക്കൂടെ, എന്നാലേ ശരിയാവുള്ളൂ. എന്നിട്ടറിയാം ദുർവ്യാഖ്യാനം ഞങ്ങളാണോ ബാലുശ്ശേരിയാണോ നടത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്നൽ അബ്ദ ഇദാ വുളിയ ഫീ ഖബ്രിഹി, ഒരു മനുഷ്യൻ അവന്റെ ഖബറിൽ അവൻ അവക്കപ്പെട്ടാൽ വതവല്ല അൻഹു വസ്ഹാബുഹു അവന്റെ അനുയായികൾ പിരിഞ്ഞു പോരുകയും ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്നഹു ലയസ്മഉ ഖർആനിയാലിഹിം, ചെരുപ്പിന്റെ വാരിന്റെ ശബ്ദം, ആ അവരുടെ ചെരുപ്പിന്റെ വാരിന്റെ ശബ്ദം മയ്യത്ത് കേൾക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ പറയാ, സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്, നിഷേധിക്കാൻ കഴിയില്ല. എന്നിട്ട് മൂപ്പരിങ്ങനെ എണ്ണാണ്, അത് ദുർവ്യാഖ്യാനമാണ്, ഇത് ഇതിന്റേതല്ല, ഇതുപോലെ തന്നെയാണ് എല്ലാ ഇനി സംഭവം. ഇതൊരു ഉദാഹരണമാണ്, ഇതുപോലെ തന്നെയാണ് എല്ലാ സംഭവവും. അപ്പൊ മനസ്സിലായില്ല എനിക്ക്? ഇതുപോലെ തന്നെയാണ് എല്ലാ പരിപാടിയും മുജാഹിദിന്റെ. ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് തന്നെയാണ് മുജാഹിദിന്റെ എല്ലാ പരിപാടിയുടെയും സ്വഭാവം. ഒരു മൂപ്പര് ചോദിക്കാം, നമുക്ക് ഈ സംഭവം പഠിപ്പിച്ചു തന്നത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. മുഹമ്മദ് റസൂലുള്ള പറഞ്ഞോ മരിച്ചവർ കേൾക്കുമെന്ന് പറഞ്ഞോ? അത് പഠിച്ചവർ സ്വഹാബികളാണ്, അവർ പറഞ്ഞോ. അവരിൽ നിന്ന് ആവാഹിച്ചെടുത്തവർ താബിഈകളാണ്, അവർ പഠിഞ്ഞോ. ഹദീസിന്റെ പണ്ഡിതന്മാരാണ്, അവർ പറഞ്ഞോ. പിന്തലമുറക്കാരാണ്, അവർ പഠിപ്പിച്ചോ. എന്താ വെല്ലുവിളി! പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞത് പ്രവാചകനാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. ആ ഹദീസ് ഉദ്ധരിക്കുന്നത് അനസ് റളിയല്ലാഹു അൻഹു ആണ്. അനസ് ഇബ്നു മാലിക് എന്ന് പറഞ്ഞ സ്വഹാബിയാണ്. ബാലുശ്ശേരി അറിയില്ലെങ്കിൽ പഠിച്ചോളൂ, അനസ് ഇബ്നു മാലിക് സ്വഹാബിയാണ്. പിന്നെ അവിടുന്ന് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞു സഹീഹുൽ ബുഖാരിയാണ് ഈ പറയുന്നത്, സഹീഹ് മുസ്ലിമാണ് ഞാൻ പറയുന്നത്. പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് അറബിയിലാണ്, അതൊന്ന് മറിച്ചു നോക്കണം. ഇത് ഈ മേലെന്ന് എന്റെ ചീട്ടെന്നെ ഇവിടെ കൊടുന്ന് ഛർദിച്ച അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പുറം നോക്കണം, എന്നാലേ ഇതൊക്കെ തിരിയുള്ളൂ. നിങ്ങൾക്കറിയോ സഹീഹുൽ ബുഖാരിയിൽ എന്താണ് പറയുന്നത് എന്നോ? ഇമാം ബുഖാരി ഇങ്ങനെ ഒരു തന്റെ മൗലവിമാരുടെ സഹോദരന്മാരെ മിനിമം പരിപാടി എന്ന നിലക്ക് സഹീഹുൽ ബുഖാരിക്ക് മൗലവിമാരെഴുതിയ വ്യാഖ്യാനമെങ്കിലും ഒന്ന് നോക്കണ്ടേ? സഹീഹുൽ ബുഖാരിയുടെ 67-ാമത്തെ അധ്യായമായി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തന്നെ പറയുന്നത് എന്താണ്? നോക്കൂ നിങ്ങൾ. ബാബുൻ ഈ അധ്യായത്തിന്റെ പേരെന്താ? അൽ മയ്യിത്തു യസ്മഉ ഖഫ്തന്നിയാൽ. നോക്കൂ നിങ്ങൾ. ബാലുശ്ശേരി വയ്ക്ക ഹദീസ് പണ്ഡിതൻ പഠിപ്പിച്ചു ബാലുശ്ശേരിയെ. അത് ഖുർആൻ നോക്കണം, ഹദീസ് നോക്കണം, ബുഖാരി നോക്കണം. ബുഖാരി ഞങ്ങൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചാൽ പോലെ തുറന്നു നോക്കണം, എന്നാൽ അതിനുള്ളത് എന്താ തിരിയുള്ളൂ. ഇത് മുറുകെ പിടിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ മുറുകെ പിടിച്ചിട്ടത് എങ്ങനെയായത്? ഞങ്ങളത് തുറന്നു നോക്കും. എന്താ സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞത്? ബാബുൻ അൽ മയ്യിത്തു, മരിച്ച മയ്യത്ത് യസ്മഉ ഖഫ്തന്നിയാൽ. അധ്യായം തന്നെ അതാ. കേട്ടോ, പഠിച്ചോ. ഇവിടെയുള്ള വഹാബികളില്ലേ, ഇതൊന്ന് ഉറക്കം വരുമോ? എനിക്കറിയാലോ. ഇത് പോയി നെഞ്ചത് ചിന്തിക്കൂലകൾ കഴിഞ്ഞിട്ട് അവിടെയുള്ള പരിഭാഷ പോയി തപ്പി നോക്കി. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് കളവാണ്, നിങ്ങൾ കടന്നു കൊണ്ടുവരൂ നിങ്ങൾ. സഹീഹുൽ ബുഖാരിയിൽ അങ്ങനെയുള്ളത്. ബാബുൻ അൽ മയ്യിത്തു യസ്മഉ ഖഫ്തന്നിയാൽ, മരിച്ച മയ്യത്ത് അതാ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം മയ്യത്ത് കേൾക്കും എന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം. നിഷേധിക്കാൻ കഴിയുമത്?
സഹീഹുൽ ബുഖാരിയിൽ ഇല്ലാന്ന് പറയട്ടെ ബാലുശ്ശേരി മൗലവിക്ക് ആണത്തമുണ്ടെങ്കിൽ തന്റെ പ്രസ്ഥാനത്തിൽ താൻ പറയുന്നതിൽ വല്ല ഉളുപ്പുണ്ടെങ്കിൽ പറയട്ടെ മൗലവി സഹീഹുൽ ബുഖാരിയിൽ ഉണ്ടോ ഇല്ലേ. ഇവിടെ നിങ്ങൾ അയാളെ തന്നെ വീണ്ടും കയറിട്ട് കൊണ്ടുവരണ ആള് വരൂല എന്ന് പറയും, പക്ഷെ നിങ്ങൾ വിടരുത്, കൊണ്ടുവരണ എന്നിട്ട് ആളിത് വായിക്കട്ടെ ബുഖാരിയിൽ ഇതിലുണ്ടോ ഇല്ലേ. എന്നിട്ട് ഇങ്ങനെ പറയാ വെല്ലുവിളി, ഞാൻ വെല്ലുവിളിയോടെ പറയുകയാണ്, ആർക്കും വേണമെങ്കിൽ ഏറ്റെടുക്കാം. അപ്പൊ മുന്നിൽ നിൽക്കുന്ന ഈ സാധുക്കളല്ലേ, ഓ ശരി റെഡിയായി. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് ഹദീസ് പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്, ബുഖാരി പഠിപ്പിച്ചതാണ്, ഹദീസ് പഠിപ്പിച്ചതാ. ഇനി പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണോ, ഇതാ ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹ് തന്റെ ഹദീസ് വിശ്രുതമായ ശറഹ് മുസ്ലിമിന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറഞ്ഞു, മരിച്ച മയ്യത്ത് കേൾക്കും, അതിനുള്ള തെളിവാണ് ഈ ഹദീസുകൾ ഇതിൽ ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളത്. ഇമാം മുസ്ലിമിന്റെ ശറഹ് മുസ്ലിം നോക്കൂ നിങ്ങൾ, അതിന്റെ 201 പേജിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളെ ഹദീസ് പണ്ഡിതന്മാരാണ്, അഹ്ലുസുന്നയുടെ പൂർവ്വകാല ഉലമാക്കളാണ്. എന്നാൽ ഇനി നിങ്ങൾക്കറിയണം, നിങ്ങൾ ഏതായാലും ഖുർആനും സുന്നത്തൊന്നും പഠിക്കൂല, എന്നാ ഒരു മിനിമം ഒരു കാര്യം ചെയ്യാം. നിങ്ങളെ നേതാവ് ഇബ്നു തൈമിയ്യ ഉണ്ടല്ലോ, ആ ഇബ്നു തൈമിയ്യയുടെ മജ്മൂഉൽ ഫതാവ എന്ന പുസ്തകമെങ്കിലും നിങ്ങളൊന്ന് വായിക്കട്ടെ. ഞങ്ങളെ പുസ്തകങ്ങൾ വായിക്കൂല, ഖുർആനും സുന്നത്തും പഠിക്കൂല. നിങ്ങൾ ആകെ ആധാരം ഇബ്നു തൈമിയ്യല്ലേ, ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങളെ നിങ്ങൾ വായിക്കരുതായിരുന്നോ? ഇത് ഇബ്നു തൈമിയ്യയുടെ ഫതാവയാണ്, മജ്മൂഉൽ ഫതാവയാണ്. ഇബ്നു തൈമിയ്യയുടെ മജ്മൂഉൽ ഫതാവന്റെ പോരിശ് എന്താ നിങ്ങൾക്കറിയോ? ഇത് നിങ്ങളെ ബുക്കാ, ഞങ്ങളെ ബുക്കല്ല. തൗഹീദിന്റെ സന്ദേശം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ആ ഇബ്നു തൈമിയ്യയെ കുറിച്ച് നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? എന്നാ ഞാൻ പറഞ്ഞുതരാം, കേട്ടോ ബാലുശ്ശേരി. എന്താ പറയുന്നത്? ഫതാവ ഇബ്നു തൈമിയ്യയാണ് ശൈഖുൽ ഇസ്ലാമിന്റെ മാസ്റ്റർ പീസ് എന്ന് വേണമെങ്കിൽ പറയാം. ശൈഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ഫതാവയാണ്, ഈ ഫതാവയാണ്. എന്നിട്ടോ ഫത്വകളുടെ സമാഹാരമാണത്. തെളിവുകൾ നിരത്തിയുള്ള സമർത്ഥനവും വിഷയ വൈവിധ്യവുമാണ് ഫതാവയുടെ 2 പ്രധാന ഗുണങ്ങൾ. അതിന്റെ അറിവിന്റെ കടലാണത്. വിശ്വാസ കാര്യങ്ങളെയും അനുഷ്ഠാന കർമ്മങ്ങളെയും കുറിച്ച് ഗതവീക്ഷണം, കുത്തിനിറച്ച അമൂല്യ നിധിശേഖരം, അന്വേഷിക്കുന്ന മനസ്സിനെ തൃപ്തമാക്കുന്ന ഉത്തരങ്ങൾ. ഫതാവ ശൈഖുൽ ഇസ്ലാം എഴുതി വെച്ച അതേ രൂപത്തിൽ തന്നെയാണിപ്പോഴും. എന്താ പറയുന്നത്? അതിലൊരു മാറ്റമില്ല. ശൈഖുൽ ഇസ്ലാം പറഞ്ഞ, ഇബ്നു തൈമിയ്യ പറഞ്ഞ അതേ രൂപത്തിലാണ്. എന്നാ അതേ രൂപത്തിൽ എത്ര മാസ്റ്റർ പീസായ ആ ഫതാവയിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. എഴുതിക്കോളൂ, പഠിച്ചോളൂ, വായിച്ചോളൂ. എന്താണ് ചോദ്യം? നേരത്തെ ശറഹ് മുസ്ലിം എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം ഇമാമിന്റെ ഞാൻ പറഞ്ഞു എന്ന് പറയുന്നു, അത് പെശകാണ്. നബവി ഇമാമിന്റെ ശറഹ് മുസ്ലിമാണ്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി അത് ഒരു തെറ്റായി പറയേണ്ടെന്ന് കരുതിയിട്ട് വാസന ഓർമ്മിപ്പിച്ചത്. ചോദ്യം ഇബ്നു തൈമിയ്യയോട് ചോദ്യം എന്താ? വസുഇല റഹിമഹുല്ലാഹ് ഹലിൽ മയ്യിതു യസ്മഉ കലാമ സായിരിഹി, അല്ല മരിച്ച മയ്യത്ത് അവന് സന്ദർശിക്കുന്ന ആളുകളുടെ ശബ്ദം, ആ ശബ്ദം കലാം സംസാരം കേൾക്കുമോ? ചോദ്യം. അതിന് മറുപടി ദീർഘമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ മറുപടി ഇബ്നു തൈമിയ്യ പറയുന്നു. കേട്ടോളൂ നിങ്ങൾ, ഇബ്നു തൈമിയ്യ പറയുന്നു, ഫഅജാബ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഅം നഅം യസ്മഉൽ മയ്യിതു ഫിൽ ജുംല. അതെ, മയ്യിത്ത് കേൾക്കും, പൊതുവിൽ മയ്യിത്ത് കേൾക്കും. കമാ സബത ഫി സഹീഹൈനി, ബുഖാരിയിലും മുസ്ലിമിലും ഈ വിഷയം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യസ്മഉ ഖഫ്തനിയാലിഹി, മയ്യത്തിനെ സംസ്കരിച്ച് പിന്തിരിഞ്ഞു പോരുന്ന ആളുകളുടെ ആ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം അതാ മയ്യത്ത് കേൾക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ സുന്നി പണ്ഡിതന്മാർ ഓതുന്ന അതേ ഹദീസ് എടുത്തുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ മരിച്ചവർ കേൾക്കും എന്ന് പറയുന്നത്. ബാലുശ്ശേരിക്ക് മനസ്സിലാകുന്നുണ്ടോ?
ബാലുശ്ശേരിക്ക് മനസ്സിലായി ദുർവ്യാഖ്യാനമാണ്, അത് ഇല്ലാത്തതാണ്, വേണമെങ്കിൽ ഒരു വെല്ലുവിളിയോട് ഏറ്റെടുക്കാം. ഇതാ ഇബ്നു തൈമിയ നിങ്ങളെ ഗ്രന്ഥാണ്, നിഷേധിക്കാൻ കഴിയോ നിങ്ങൾക്ക്? ആ ഇബ്നു തൈമിയയാണ് പറയുന്നത് മരിച്ചവർ കേൾക്കും. അതിലെന്താ തെളിവ്? ഈ ഹദീസ് തന്നെ. ഏത് ഹദീസ്? ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ് തന്നെ. എന്താ ഹദീസ്? യസ്മഉ ഖഫ്തനിയാലിഹിം, ചെരുപ്പിന്റെ ശബ്ദം കേൾക്കും. അത് തന്നെയാണ് ഹദീസ്. അതേ ഹദീസ് തന്നെയാണ് ഇബ്നു തൈമിയയും തെളിവ് പറയുന്നത്. അപ്പൊ അത് ദുർവ്യാഖ്യാനമല്ല. യസ്മഉ ഖഫ്തനിയാലിഹിം, അവരുടെ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കും, കേൾക്കുക തന്നെ ചെയ്യും. ഇബ്നു തൈമിയയും പറയുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ആ ഇബ്നു തൈമിയയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ മാത്രമല്ല, ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിലുള്ള ആമുഖം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സുബ്ഹാനല്ലാഹ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനാണെന്ന് മുജാഹിദുകൾ തന്നെ പരിചയപ്പെടുത്തുന്ന ഇബ്നുൽ ഖയ്യിം, ആ ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബുർ റൂഹ് എന്ന ഗ്രന്ഥമാണ് എന്റെ കയ്യിൽ. ഈ കിതാബുർ റൂഹിൽ ഇബ്നുൽ ഖയ്യിം പറയുന്നു. എന്താണ് പറയുന്നത്? മരിച്ചവർ കേൾക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. മരിച്ചവർ കേൾക്കുമെന്നതിന് തെളിവാണല്ലോ വയദുല്ലു അലാ ഹാദാ അയ്ളൻ മാ ജറാ അലൈഹി അമലുൻ നാസി ഖദീമൻ വഇലല്ലാൻ മിൻ തൽഖീനിൽ മയ്യിത്ത് ഫീ ഖബ്രിഹി വലൗലാ അന്നഹു യസ്മഉ ദാലിക വയന്തഫഉ ബിഹി ലം യകുൻ ഫീഹി ഫായിദ. ഇബ്നുൽ ഖയ്യിം പറയുന്നു, മരിച്ചവർ കേൾക്കുകയില്ലെങ്കിൽ പിന്നെ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? തൽഖീനാണെങ്കിലോ പഴയകാലം മുതലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവുമാണല്ലോ. അതുകൊണ്ട് അത് പുണ്യകർമ്മം തന്നെയാകുന്നു. അത് ഭരിച്ചവർ കേൾക്കുക തന്നെ ചെയ്യും. അതിന് തെളിവും കൂടിയാണ് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത് എന്നാണ് ഇബ്നുൽ തൈമിയ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, അപ്പോൾ പിന്നെ അമ്മാ ഖൗലുഹു തആല, മുജാഹിദുകൾ തെളിവായി പറയുന്ന ഒരു ആയത്തുണ്ടല്ലോ, വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നബിയേ എന്ന് മുജാഹിദുകൾ പറയാറുള്ള, അവർ ദുർവ്യാഖ്യാനിക്കാറുള്ള ഒരു ആയത്തുണ്ടല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? മരണപ്പെട്ട് ഖബറടക്കിയ ആളുകളെ കുറിച്ചല്ല അതിലുള്ള പരാമർശം. ഞങ്ങൾ പറയല്ല, ഇബ്നുൽ ഖയ്യിമാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഫസിയാഖുൽ ആയത്തി യദുല്ലു അലാ അന്നൽ മുറാദ, ആ ആയത്തിന്റെ അപ്പുറവും ഇപ്പുറവും അതെല്ലാം കൂടി പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, അന്നൽ മുറാദ മിൻഹാ അന്നൽ കാഫിറൽ മയ്യിത്തൽ ഖൽബി ലാ തഖ്ദിറു അലാ ഇസ്മാഇഹി ഇസ്മാഅൻ യന്തഫിഉ ബിഹി. നോക്കൂ നിങ്ങൾ, ഇബ്നുൽ ഖയ്യിമാണ് ഈ പറയുന്നത്, ഹൃദയം മരിച്ച അവിശ്വാസികളെ കേൾപ്പിക്കാൻ കഴിയില്ല നബിയേ, ഇതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഖബറടക്കിയ ആളുകളെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നല്ല. കണ്ടോ, അദ്ദേഹം പറയുന്നു, വലം യുരിദു സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടേ ഇല്ല അന്ന അസ്ഹാബൽ ഖുബൂരി, ഖബറിലുള്ള ആളുകൾ ലാ യസ്മഊന ശൈഅൻ അൽബത്ത, ഖബറിലുള്ള മരണപ്പെട്ട് ഖബറടക്കിയ ആളുകൾ അവർക്ക് യാതൊന്നും കേൾക്കാൻ കഴിയുകയില്ല എന്ന് അല്ലാഹു ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടേ ഇല്ല. കൈഫ വഖദ് അഖ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയാണ് അത് ഉദ്ദേശിക്കുക? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, അന്ന അസ്ഹാബൽ ഖുബൂർ അന്നഹും, ഖബറടക്കപ്പെട്ട ആളുകൾ യസ്മഊന ഖഫ്ഖനിയാനിൽ മുസയ്യിഈൻ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന, നേരത്തെ നമ്മൾ ഓതിയ ഹദീസ്, ഏത്? ഖബറടക്കി പിരിഞ്ഞു പോരുന്നവരുടെ ചെരുപ്പിന്റെ ശബ്ദം ആ ഖബറടക്കപ്പെട്ട മയ്യിത്ത് കേൾക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലേ. പിന്നെ എങ്ങനെയാണ് മരണപ്പെട്ടവർക്ക്, ഖബറടക്കപ്പെട്ടവർക്ക് യാതൊന്നും കേൾക്കാൻ കഴിയില്ല എന്ന് എങ്ങനെ പറയും? പറയാൻ കഴിയില്ല. ആരാ പറയുന്നത്? മുജാഹിദുകൾ തന്നെ നേതാവായി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹകൻ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താറുള്ള ഇബ്നുൽ ഖയ്യിമാണ്. ഇബ്നുൽ ഖയ്യിമിന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് ഈ കെ ഉമർ മൗലവി, മുജാഹിദുകളുടെ ഏറ്റവും വലിയ നേതാവായിരുന്നല്ലോ, ആ മൗലവി ഉമർ മൗലവി എഴുതുന്നത് കാണാം, നബിചര്യയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നവയാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ. ഖുർആനെ എങ്ങനെയാണ് സുന്നത്ത് വിശദീകരിക്കുന്നത് എന്ന് അദ്ദേഹം സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ഖുർആന്റെ വിശദീകരണം സുന്നത്ത് കൊണ്ട് സവിസ്തരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മുരടിച്ച തഖ്ലീദിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് ശരിയായ വിജ്ഞാനത്തിന്റെ വിഹായസിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടു പോവുകയാണ് അദ്ദേഹത്തിന്റെ രചനകൾ.
അപ്പൊ തഖ്ലീദ് സുന്നികൾ ചെയ്യുന്നത് പോലെ തഖ്ലീദിന്റെ ആളല്ല, നിങ്ങളാളാണ്. അങ്ങനെയുള്ള ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അദ്ദേഹം അന്ധകാരം മുറ്റിയിരുന്ന ചരിത്രത്തിന്റെ ദശാസന്ധികളിൽ പ്രകാശം ചൊരിഞ്ഞ ഇമാമിന്റെ ഗ്രന്ഥങ്ങൾ ഇന്നും പുതുമയോടെ വിജ്ഞാനദാഹികൾ ഉപയോഗപ്പെടുത്തുന്നു. കെ ഉമർ മൗലവി സൽസബീൽ നോക്കൂ നിങ്ങൾ, 1986 ആ സൽസബീലിൽ കെ ഉമർ മൗലവി പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിമിന്റെ ഗ്രന്ഥമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ അവരും പറയുന്നത് എന്ത് തന്നെയാണ്? മരിച്ചവർ കേൾക്കുമെന്ന് മാത്രമല്ല, കേൾക്കുമെന്നതിന് തെളിവ് ഈ ഹദീസാണ് എന്നുമാണ്. അത് ദുർവ്യാഖ്യാനമല്ല ബാലുശ്ശേരി, അത് ദുർവ്യാഖ്യാനമല്ല. അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ വികൃതമാക്കലോ അതിനെ മോശമാക്കുകയോ അല്ല. നോക്കൂ നിങ്ങൾ, ഇനി ഇതൊന്നും തിരിയില്ലേ? അറബിയിലുള്ള ഈ ഗ്രന്ഥങ്ങൾ ഒന്നും തിരിയില്ലേ? എങ്കിൽ പിന്നെ ഇതാ നിങ്ങൾക്ക് വേണ്ടി, മുജാഹിദുകൾക്ക് വേണ്ടി ഞാൻ പറയാം. ഇത് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറാണ്. അൽമനാറാണ്. ഇതൊന്ന് വായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ പിന്നെ മൗലവി ഒരു ദുർവ്യാഖ്യാനമാണെന്ന് പറയൂ. ഈ മുജാഹിദിന്റെ അൽമനാറിൽ പറയുന്നത് എന്താ? നോക്കൂ നിങ്ങൾ, 1987 ഒക്ടോബർ 11 പേജ്. അതിൽ പറയുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഒരടിമ ഖബറിൽ വെക്കപ്പെടുകയും അവന്റെ ആളുകൾ അവനിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്താൽ അവരുടെ ചെരിപ്പിന്റെ ശബ്ദം അവൻ കേൾക്കുന്നു. ഇത് പേരാ, ഇത് അൽമനാറാണ്, നിങ്ങളെ മുഖപത്രമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ പറയുന്നത് മരിച്ചവർ കേൾക്കുന്നാണ്. കേൾക്കുമെന്ന് പറയുന്നത് ദുർവ്യാഖ്യാനമാണ് എന്നാണ് ഇവിടെയുള്ള നമ്മുടെ മൗലവിമാര് പറയുന്നത്. എങ്കിൽ ആ ദുർവ്യാഖ്യാനം ആദ്യം നടത്തുന്നത് നിങ്ങളാണ്, ഞങ്ങളല്ല. നിങ്ങളുടെ മുഖപത്രമായ അൽമനാറിലുള്ളതാണിത്. നിഷേധിക്കാൻ കഴിയോ? ആ ഹദീസ് പറഞ്ഞുകൊണ്ട് തന്നെ വിശദമായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് അന്നൽ അബ്ദ ഇദാ വുദിയ ഫീ ഖബ്രിഹി വതവല്ല അൻഹു വസ്ഹാബുഹു എന്ന് പറഞ്ഞ ഹദീസ് ഇങ്ങനെ കൊടുത്തിട്ട് അതിന്റെ അർത്ഥം വിശദമായി ഞങ്ങൾ ഈ പറയുന്ന അതേ രൂപത്തിലാ പറയുന്നത്. ഇത് അൽമനാറാണ്. അപ്പൊ സഹോദരന്മാരെ, ഈ കഥയില്ലാതെ വെറുതെ വെല്ലുവിളിക്കാൻ നിൽക്കണം. ഞാനൊരു വെല്ലുവിളിയോടെ ചോദിക്കണം, ആർക്കും വേണമെങ്കിൽ സ്വീകരിക്കാം എന്നൊക്കെ പറയുന്നത് ഒരു ശരാശരി ഇപ്പുറത്തുള്ള ആളുകൾ, ഞങ്ങളിത് ഖുർആനും സുന്നത്തും ഇത് പഠിച്ചിട്ടാണ് വരുന്നത് എന്നുള്ള ബോധമെങ്കിലും അപ്പുറത്ത് വേണ്ടേ? ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു മിനിമം ബോധമെങ്കിലും ഈ മൗലവിമാർക്ക് വേണ്ടേ? എന്നിട്ട് പറയാം ഇത് ദുർവ്യാഖ്യാനാണ്, ഇതുപോലെ തന്നെയാണ് എല്ലാ പരിപാടിയും, നിങ്ങൾ ഇതുപോലെയാണ് കൂട്ടിക്കോളീ. എത്ര എളുപ്പ. പിന്നെ മൂപ്പറതിന്റെ ഇടയിൽ പറയാ വിളിച്ചു പ്രാർത്ഥന. വിളിച്ചു പ്രാർത്ഥന അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ വിളിച്ചു പ്രാർത്ഥന അല്ല, നമ്മളിപ്പോ ആദ്യം മരിച്ചവർക്ക് കേൾക്കുമെന്ന് തീരുമാനിക്കാം, എന്നിട്ടാക്കാം നമുക്ക് വിളിച്ചു പ്രാർത്ഥനയുടെ കാര്യം. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, അക്ക വിട്ട് മറുപടി പറയണം എന്ന് വീരവാദം മുഴക്കി വന്ന മൗലവി, ആ മൗലവിയുടെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയോടെയുള്ള കാര്യത്തിന്റെ അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ ഈ കേട്ടത്. ഇത് നിങ്ങൾ ഇതുപോലെ ചിന്തിച്ചാൽ മതി, വേറുള്ളതൊക്കെ അതെ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്ക്. അയാൾ പറയുന്നത് സത്യമാണ് എന്ന് വരുത്തി തീർക്കാൻ ആ സാധു മനുഷ്യൻ പറയുന്ന സുബ്ഹാനല്ലാഹ് ചില ന്യായങ്ങൾ എത്രമാത്രം ബാലിശമാണ് നിങ്ങളത് ചിന്തിച്ചു നോക്ക്. അയാൾ പറയുന്നത് എന്താ? ഞാനിത് പറയുന്നത്, മുജാഹിദുകളോട് പറയാണ് അദ്ദേഹം, ഞാനിത് പറയുന്നത് 2 പിഞ്ചു പൈതങ്ങളുള്ള ആളല്ല ഞാൻ. 2 പിഞ്ചു പൈതങ്ങളുള്ള ഞാനിത് പറയുമ്പോ ഒന്നുമില്ലാതെ ഞാൻ ഇതൊക്കെ പറയോ? നിങ്ങളൊന്ന് ചിന്തിക്കണ്ടേ? ഞാൻ സഹോദരന്മാരെ ഒന്നുമില്ലാതെ ഈ 2 പിഞ്ചു പൈതങ്ങളുള്ള ഞാൻ ഇത് പറയോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എനിക്ക് 2 പിഞ്ചു പൈതങ്ങളുണ്ട്, ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇയാള് വലിയൊരു ഞാൻ വെറുതെ പറയല്ല വെക്കിയത്, അവൻ ന്യായം നിങ്ങൾ കേൾക്കണം. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ ബാലുശ്ശേരി മൗലവിയുടെ ബാലിശമായ ന്യായങ്ങൾ നിങ്ങളൊന്ന് കേട്ടി. പിഞ്ചു പൈതങ്ങളുള്ള 2 പെൺകുട്ടികളുള്ള ജ്ഞാനികളോട് എല്ലാം പറഞ്ഞ് പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ അല്ലാണ്ട് നിങ്ങൾ പിരിവെടുക്കുന്നുണ്ടോ? നിങ്ങൾക്കറിയാം, ഇവിടെ ഞാൻ റഹ്മത്തുള്ളാഹി ഖാസിമി ഇതുവരെ സുന്നികളൊക്കെ പല ദർഗയിലുള്ള കെന്നാസിൽ വെള്ളം കൊണ്ടുവന്നിക്കാൻ വിറ്റ് മൂപ്പര് നബിയുടെ വെള്ളം വെക്കണം. മൂപ്പര് വിൽക്കുന്ന നേരിട്ട് നബിയുടെ അടുത്ത് നിന്ന് കിട്ടിയ വെല്ലൂരിലെ വെള്ളം, എന്നിട്ട് ഒരു കുപ്പി വെള്ളത്തിന് വാങ്ങുന്ന സംഖ്യ എത്ര? 25,000. കേട്ടില്ലേ നിങ്ങൾ? എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇപ്പോ 2 പിഞ്ചു പെൺകുട്ടികളുള്ള ഞാനിത് പറയുമ്പോ ഒന്നുമില്ലാതെ പറയോ? എത്ര ബാലിശമാണ് സഹോദരന്മാരെ.
അപ്പൊ നമ്മൾ ചിന്തിക്കണം, പൈതങ്ങളുടെ എണ്ണ അനുസരിച്ചാണോ സത്യാസത്വം വേർതിരിക്കൽ? അങ്ങനെയാണോ? ഇത് എവിടുത്തെ പ്രമാണം എനിക്ക് തിരിയുന്നില്ല. 2 പിഞ്ചു പൈതങ്ങളുടെ എണ്ണ അനുസരിച്ച് സത്യാസത്വം വേർതിരിക്കും. എന്നാ ഞാൻ പറയുന്നു, ബാലുശ്ശേരി മൗലവി പറഞ്ഞതിന്റെ ഇരട്ടി പൈതകളുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആ ബാലുശ്ശേരി മൗലവി പറഞ്ഞു ഒന്നും ശരിയല്ല മക്കളെ എന്നാ ഞാൻ പറഞ്ഞത്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്ന് പറഞ്ഞാണ്. അയാൾക്കുള്ള മക്കളെക്കാൾ ഇരട്ടി മക്കൾ ഇരിക്കണ്ടേ? കുറച്ച് അന്വേഷിച്ച് നോക്കി, നിങ്ങൾക്ക് ഒത്തിരി ചെന്ന് അന്വേഷിച്ച് നോക്കി. ഞാൻ വെറുതെ പറയല്ല. അപ്പൊ അതിന്റെ അർത്ഥം അയാൾ പറഞ്ഞതിലേറെ ഞാൻ പറഞ്ഞ 100% ശരിയാകുന്നല്ലേ? ഇയാൾ എവിടുന്നാ വരുന്നത്? ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ച് ഇയാൾക്ക് വല്ല കഥയുണ്ടോ? ഇയാൾ സാധു, ഇയാളിതിന് ഏറെയായതാട്ടോ. ഞാൻ അതും പറഞ്ഞുതരാം. ഇയാളെ ഞാൻ കുറ്റപ്പെടുത്തല്ല. ഇയാൾ പാപം വന്ന് പെട്ടതാണ്. ഇനി വേറെ ആൾ വന്ന് പെട്ടാലും തന്നെ പലർക്ക് പറയാനുള്ളത്. ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്ന വിഷയം സത്യമാകാനുള്ള മാനദണ്ഡവും പ്രമാണവും ഒക്കെ കുട്ടികൾ എത്ര ഉണ്ടാകാതിരിക്കുക എന്താണ് ഇയാൾ ഈ പറയുന്നത്? സുബ്ഹാനല്ലാഹ്. ഇതാ ഞാൻ പറഞ്ഞു, ബാലുശ്ശേരി മൗലവിയുടെ ബാലിശമായ ന്യായമാണിത്. ഇത് ബാലുശ്ശേരിയിൽ നിന്നുണ്ടാവേണ്ടതല്ല, ബാലിശ്ശേരിയിൽ നിന്നുണ്ടാവേണ്ടതാണ്. മനസ്സിലായോ നിങ്ങൾ? സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്താണ് അദ്ദേഹം പറഞ്ഞത്? വലിയൊരു അബദ്ധം അദ്ദേഹം പറഞ്ഞു. എന്താ? ഇവിടെ റഹ്മത്തുള്ളാഹി ഖാസിമി വിൽക്കുന്ന വെള്ളം അത് നബിയുടെ വെള്ളമാണ് എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നു. പച്ച കള്ളമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ കാസറ്റ് അയാൾ തന്നെ പിന്നീട് ഇടുന്നുണ്ട്. ഞാൻ അങ്ങനെ കേട്ടതാണ്, ഞാൻ ആ കാസറ്റ് കേട്ടതല്ല. ബാലുശ്ശേരി മൗലവി ഇവിടെ പ്രദർശിപ്പിച്ച, അല്ലെങ്കിൽ ഇവിടെ റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിട്ട ആ കാസറ്റിൽ നിന്ന് ഞാൻ കേട്ടതാണ്. നബിയുടെ വെള്ളമാണ് എന്ന് പറഞ്ഞിട്ടല്ല വിൽക്കുന്നത്. മലയാളം തിരിയാതെ പോയില്ല, എന്ത് ചെയ്യും? വല്ലാത്തൊരു കഷ്ടം. സഹോദര, നബിയുടെ മുടിയിട്ട വെള്ളം, അത് നബിയുടെ വെള്ളമല്ല, അതിനത് 2ആണ്. ഈ നബിയുടെ വെള്ളം എന്ത് ജാതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊച്ചാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഹരള്ള പരിപാടിയാണ്. അതിന്റെ ഭാഗമാണ്. ഞാനപ്പോ അത്രേ പറയുന്നുള്ളൂ. റഹ്മത്തുള്ളാഹി ഖാസിമി പറഞ്ഞത് അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിട്ട വെള്ളം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മുടിയിട്ട വെള്ളത്തിന് പ്രത്യേകതയുണ്ടോ? ഉണ്ടല്ലോ. അതിന് പ്രമാണങ്ങൾ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിട്ട വെള്ളം 1500 വർഷം മുമ്പുള്ളത് ഇപ്പൊ എങ്ങനെ കിട്ടിയത്? ഇതാ വലിയൊരു കാര്യമായിട്ട് ചോദിച്ചത്. സഹോദര, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നോക്കൂ നിങ്ങൾ, ഇത് സഹീഹ് മുസ്ലിമാണ്. സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയുന്നു, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളൊരു സന്ദർഭത്തിൽ മുടി കളഞ്ഞപ്പോ, ഹജ്ജ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തന്റെ മുടി കളയുകയാണ്. ആ സന്ദർഭത്തിൽ തന്റെ തലയുടെ വലതുഭാഗം ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് കാണിച്ചു കൊടുക്കുകയാണ്. ആ മുടി കളഞ്ഞുകൊണ്ട് ആ ഭാഗം അബൂ തൽഹയുടെ കയ്യിൽ കൊടുക്കുന്നു. അതാ സുമ്മദ അബൂ തൽഹത്തൽ അൻസാരിയ, അബൂ തൽഹത്തൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുകയാണ്. ഫഅതാഹു ഇയ്യാ, ആ ശറഫാക്കപ്പെട്ട മുടിയതാ അല്ലാഹുവിന്റെ റസൂൽ അബൂ തൽഹത്തൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുന്നു. സുമ്മനാവലഹു ശിഖൽ ഐസർ, പിന്നെ രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ തന്റെ തലയുടെ ഇടതുഭാഗത്തുള്ള മുടിയതാ അതും കളഞ്ഞെടുക്കുകയാണ്. എന്നിട്ടോ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഫഹലഖഹു ഫഅതാഹു അബൂ തൽഹ, ആ ഇടതുഭാഗത്തുള്ള മുടിയും അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്താണ്? ഇഖ്സിംഹു ബൈനന്നാസ്. മുജാഹിദ് മൗലവിക്ക് ഇത് നിഷേധിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ തന്റെ തലമുടി മുഴുവനും എടുത്തുകൊണ്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറയുന്നത്, ഇഖ്സിംഹു ബൈനന്നാസ്. അബൂ തൽഹ, നിങ്ങൾ ഇത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യൂ. അബൂ തൽഹ ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. സഹീഹ് മുസ്ലിമിൽ 3155 നമ്പർ ഹദീസായി ഇത് കാണാം. സഹീഹ് മുസ്ലിമിന്റെ പരിഭാഷ ഉണ്ടാകും മുജാഹിദുകളുടെ വീടുകളിൽ, ഒന്ന് എടുത്ത് മറിച്ചു നോക്കുന്നുണ്ട്. ഹദീസ് നമ്പർ മറക്കണ്ട, 3155 നമ്പർ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ മുടി ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്.
മുടി കൊടുക്കുന്നത് എന്തിനാ? അത് ജനങ്ങൾക്ക് ബറക്കത്തിനും, ജനങ്ങൾ അത് ബറക്കത്തെടുത്തുകൊണ്ട് അത് സൂക്ഷിക്കുവാനും വേണ്ടിയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി ജനങ്ങൾക്ക് റസൂലുള്ള വിതരണം ചെയ്യുകയും ആ വിതരണം ചെയ്ത മുടി സഹോദര പരമ്പരാഗതമായി സനതോടുകൂടി ഇന്നും മുസ്ലിമീങ്ങൾക്കിടയിൽ പല ഭാഗത്തും അതിന് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ മുടിയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി എന്ന് മുടി മുക്കിയ വെള്ളം എന്ന പേരിൽ വെല്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ റസൂലുള്ളാഹിന്റെ മുടി 1500 വർഷം മുമ്പുള്ള വെള്ളം എന്ന് പറയണ്ട. വെള്ളം പുതിയതാണ്, മുടിയാണ് പഴയത്. ആ പഴയ മുടിയിട്ട വെള്ളം ഇപ്പൊ കൊണ്ടുവന്നതാണ്. ഇത് മൗലവി വേർതിരിച്ചു മനസ്സിലാക്കണം. അങ്ങനെ മുടി വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുടിക്കുന്ന പരിപാടി ഉണ്ടോ? ഉണ്ട്. അല്ല, ആ മുടിക്ക് വേണ്ടി അതിന് പണം വാങ്ങാമോ? അത് വാങ്ങാം. 25,000 ആകാമോ? 25,000 അല്ല. സഹീഹ് മുസ്ലിം തന്നെ, സഹീഹുൽ ബുഖാരി തന്നെ, സഹീഹുൽ ബുഖാരിയുടെ 170 നമ്പർ ഹദീസ്, സഹീഹുൽ ബുഖാരിയിൽ 170 നമ്പർ ഹദീസ് നോക്കുക. മുജാഹിദ് മൗലവിമാർ ഇത് കുറിച്ചു വെക്കണം നിങ്ങൾ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, അനസ് റളിയല്ലാഹു അൻഹു സ്വഹാബി പ്രമുഖനാണ്. ആ അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമാണ്. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ മുടി ബഹുമാനപ്പെട്ട താബഈ പ്രമുഖനായ ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ആ മുടി കിട്ടുകയാണ്. അതിനെക്കുറിച്ച് മഹാനവറുകൾ പറയുന്നത് കേൾക്കൂ നിങ്ങൾ. എന്താണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത്? ലൻ തകൂന ഇൻദീ ശഅറത്തും മിൻഹു അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫീഹാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു മുടി അത് എന്റെ കൈവശമുണ്ടാകുന്നത് 25,000 അല്ല, 50,000 അല്ല, 1,00,000 അല്ല. അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫീഹാ. ദുനിയാവും അതിലുള്ള മുഴുവനും കൊടുത്താലും അതിലേറെ എനിക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളുടെ ഒരു മുടിയാണ്. പറയുന്നതാരാ? ഞങ്ങളല്ല. സഹാബികളിൽ നിന്ന് ഇസ്ലാം പഠിച്ച താബിഈകളുടെ നേതാവ് ഇബ്നു സീരീനാണ്. ഇബ്നു സീരീൻ പറയുകയാണ്, അത് സ്വഹീഹുൽ ബുഖാരിയിലാണ് ഈ ഹദീസ് ഉള്ളത്. നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? എന്നിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ്. മുടി, പൈസ, വെള്ളം 1500. എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് ഹദീസുകൾ അറിയില്ല, പ്രമാണം അറിയില്ല, ചരിത്രം അറിയില്ല. എന്നാൽ പിന്നെ ഈ മുടിയിട്ട വെള്ളം അത് കുടിക്കാമോ? അത് കുടിക്കാം. അതിന് സ്വഹീഹുൽ ബുഖാരിയിൽ, സഹോദരന്മാരെ, ബുഖാരി ഷരീഫ് നിങ്ങൾ ശരിക്ക് ഓതി പഠിച്ചിട്ടില്ല. അതിന്റെ കുഴപ്പമാണ് നിങ്ങൾ ഈ കാണുന്നത്. ബുഖാരിയിൽ കാണാം, അതിന്റെ 5896 നമ്പർ ഹദീസായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മൗഹബ് റളിയല്ലാഹു അൻഹു പറയുന്നു, താല മഹാൻ പറയുകയാണ്, അർസലനി അഹ്ലി ഇലാ ഉമ്മി സലമ. ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ വീട്ടുകാർ എന്നെ ഉമ്മു സലമ ബീവിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. ഉമ്മു സലമ ബീവി എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ഒരു പാത്രം വെള്ളവുമായി പറഞ്ഞയച്ചു. എന്നിട്ടോ വകാന ഇദാ അസാബൽ ഇൻസാന, അന്ന് മനുഷ്യരായ ഞങ്ങൾക്ക് ആർക്കെങ്കിലും സംഭവിച്ചാൽ, വന്നുപെട്ടാൽ, ഐനുൻ കണ്ണേറ് പിടിപെട്ടാൽ, ഔ ശൈഉൻ അല്ലെങ്കിൽ വേറെ വല്ല അസുഖവും മറ്റോ പിടിപെടുകയാണെങ്കിൽ, ബുഇസ ഇലൈഹാ, ആ ബഹുമാനപ്പെട്ട മഹതിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയിലേക്ക് പറഞ്ഞയക്കും. ഒരു പാത്രം വെള്ളവുമായിട്ട് സാധാരണ പറഞ്ഞു വിടാറുണ്ട്. കണ്ണേറ് രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അവരതിലേക്ക് പറഞ്ഞു വിടും. എന്താണ് പ്രശ്നം? ഒന്നുമല്ല, മഹതിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിൽ ഫീഹി ശഅറുൻ മിൻ ശഅരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വെള്ളിക്കെട്ടിലായി പ്രത്യേകമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ഏതാനും മുടികൾ ഉമ്മു സലമ ബീവിയുടെ കയ്യിലുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫത്തലഅതു ഫിൽ ഹുജുലി ഫറഅയ്തു ശഅറാത്തിൻ ഹുംറാ. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യുന്നു? ആ പാത്രം വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയുള്ള പാത്രം ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കും. ഫഖലഖലതുഹു എന്നാണ്.
ആ മുടിയിട്ട വെള്ളം ആ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇളക്കും. ഞങ്ങൾ ആ വെള്ളം കൊണ്ടുവന്ന് കുടിക്കും. കണ്ണീര്, മറ്റു രോഗങ്ങൾ, അതിനൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം ശമനമാണ്. അത് ഞങ്ങളുടെ കാലത്തെ പതിവാണ്. അക്കാലത്ത് മനുഷ്യർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, കണ്ണീർ പറ്റിയാൽ, രോഗങ്ങൾ പറ്റിയാൽ ഞങ്ങൾ ചെയ്യാറുള്ളത് അങ്ങനെയാണ്. നോക്കൂ നിങ്ങൾ, ഇത് സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. അതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം സുന്നികൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് പരിഹസിക്കണ്ട. വിവരമില്ലെങ്കിൽ പറയുന്നത് പഠിക്കുകയായിരിക്കും അഭികാമ്യം എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അദ്ദേഹം അവിടെ പറയുന്ന വലിയൊരു വിഡ്ഢിത്തം എന്താണ്? അങ്ങനെയാണെങ്കിൽ ആ മുടി, അദ്ദേഹം പറയുകയാണ്, ഈ 1500 വർഷം മുമ്പുള്ള ഇതെങ്ങനെ കിട്ടി? വെല്ലൂരിലെ ഈ കഥ ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ഇതുവരെ അങ്ങനത്തെ ഒരു വെള്ളത്തിന്റെ കഥയില്ലല്ലോ, ആരും പറഞ്ഞിട്ടില്ലല്ലോ, ഒരു സുന്നിയും വിതരണം ചെയ്തിട്ടില്ലല്ലോ. അയാൾ പറയാം. എന്താണ് അയാൾ പറഞ്ഞത്? അയാൾ സുന്നികൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സുന്നികൾ നടത്തുന്ന പരിപാടികൾ അയാൾ ശരിക്കും ശ്രമിച്ചിട്ടുണ്ടോ? സുന്നികൾ എവിടെയൊക്കെ പോയിട്ടാണ് വെള്ളങ്ങൾ കൊണ്ടുവരുന്നത്? റസൂലുള്ളാഹി തങ്ങളുടെ മുടിയിട്ട വെള്ളം സുന്നികൾ കുടിക്കുന്നുണ്ടോ? അത് ഇയാൾ പഠിച്ചിട്ടുണ്ടോ? എന്ത് വിഡ്ഢിത്താണ് ഇയാൾ ഈ പറയുന്നത്? ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിലേ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വെല്ലൂര് ലത്തീഫിയയിൽ ഇങ്ങനെ ആ ലത്തീഫിയ കോളേജ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് സനദ് സഹിതമുള്ളതാണ്. ഇതൊക്കെ സുന്നികൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ സുന്നികളും ആ മുടിയിട്ട വെള്ളം കുടിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളാറുമുണ്ട്. നമ്മുടെ മർക്കസു സഖാഫത്തി സുന്നിയയിൽ ഈയിടെയായി അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തോടെ ശൈഖുനാ കാന്തപുരം ഉസ്താദ് അവറുകൾ ഈ ഉത്തരേന്ത്യയിലുള്ള നമ്മുടെ ആ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ചില പണ്ഡിതന്മാരിൽ നിന്നും സയ്യിദുമാരിൽ നിന്നും ലഭിച്ച മുടി നമുക്കറിയില്ലേ, എല്ലാ റബീഉൽ അവ്വൽ മാസത്തിലും ആദ്യത്തിലും അത് ഇട്ട വെള്ളം, മുടിയിട്ട വെള്ളം നമ്മളൊക്കെ കുടിക്കാറുണ്ട്. അത് കുടിക്കാൻ വേണ്ടി അവിടെ തിക്കും തിരക്കും കൂടാറുണ്ട്. നമ്മളൊക്കെ അത് ലഭ്യമാക്കാറുമുണ്ട്. എന്നിട്ട് ഇയാൾ പറയും, ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ഒരു കഥ കേട്ടിട്ടില്ല, ഞാനിത് പഠിച്ചിട്ടില്ല, ഞാനത് അറിഞ്ഞിട്ടില്ല, ഇപ്പൊ മാത്രം റഹ്മത്തുള്ള കാസിബിക്ക് എവിടെ നിന്ന് കിട്ടി? അതന്നെയുള്ള നിങ്ങൾക്കുള്ള കുഴപ്പം. നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ അറിഞ്ഞിട്ടില്ല, നിങ്ങൾക്കൊട്ടൊന്നും അറിയില്ല. ഞങ്ങൾ എന്താ ഇതിന് കാട്ടുക? എന്നിട്ട് പറയും അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ഇതാണ് നിങ്ങൾക്കുള്ള കുഴപ്പേ. നിങ്ങളത് അറിയില്ല. ഞങ്ങളോട് അല്ലെങ്കിൽ ഒന്നുകിൽ ഞങ്ങളോട് ചോദിക്കണം, നിങ്ങൾ എവിടുന്നൊക്കെ വെള്ളം കൊണ്ടുണ്ട്, എവിടൊക്കെയാ വെള്ളം, എന്തൊക്കെയാ അതിന്റെ കാര്യം? അപ്പൊ സഹോദരന്മാരെ, ആ ജാതി പൊട്ടീസുകളെ കൊണ്ടൊന്നും ഇവിടെ സംഗതി പ്രമാണങ്ങൾക്കെതിരിൽ തിരിഞ്ഞുകുത്താൻ ഒരിക്കലും കഴിയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം കുടിക്കുന്നത് അത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഷറഫുള്ളത് തന്നെയാണ്. മുസ്ലിമീങ്ങൾ അതിനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷെ മുജാഹിദുകൾ അതിനെ പരിഹസിക്കുന്നവരാണ്, അതിനെ കൊച്ചാക്കുന്നവരാണ്. അവരുടെ അൽ മുർഷിദ് മുഹമ്മദ് മൗലവി കുട്ടശ്ശേരി എഴുതിയ ലേഖനം എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഞാനത് വായിക്കുന്നില്ല, നിഷേധിക്കട്ടെ, അപ്പോൾ ഞാനത് വായിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മൗലവിയുടെ പറഞ്ഞത് ഇത് ശരിയല്ല. പിന്നെ അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അമിതമായി ഇമാം ബൂസീരി റഹിമഹുല്ലാ കുറെ ഇല്ലാത്ത ആരോപണങ്ങൾ, ഇമാം ബൂസീരിയുടെ ഖസീദത്തുൽ ബുർദയിൽ ഒരുപാട് ആരോപണങ്ങൾ, അതിശയോക്തിയുള്ള കുറെ കാര്യങ്ങൾ ഈ ബുർദയിൽ കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഖുർആനിലും സുന്നത്തിനൊക്കെ വിരുദ്ധാണ്. ഖുർആനിലും സുന്നത്തിനൊന്നും ഇല്ലാത്തതാണ് മൗലവി പറയുന്നത് കാണാം. അത് എന്താണ് നമുക്ക് കേൾക്കാം. ആലോചിക്കേണ്ടത് 7ാം നൂറ്റാണ്ടിൽ ബുർദത്തുൽ ബൂസീരി രചിച്ചിട്ടുള്ള ഇമാം ബൂസീരി റസൂലുള്ളാഹിനെ പറ്റി ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത അതിശയോക്തികൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കാസറ്റ് തീരുവോളം നോക്കി, ഒന്നും ആൾക്ക് സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബുർദയിൽ ഖുർആനിലും സുന്നത്തിനും വിരുദ്ധമായിട്ട് പലതും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ, അതിൽ പറയണ്ടേ. അപ്പോഴാണല്ലോ അത് ഖുർആനിലും സുന്നത്തിനും വിരുദ്ധമാണോ അല്ലേ എന്ന് നമുക്ക് തിരിയുകയുള്ളൂ. അത് മൗലവി പറഞ്ഞിട്ടില്ല. സഹോദരന്മാരെ, ബുർദത്തുൽ ബൂസീരി, ഇമാം ബൂസീരി റഹിമഹുല്ലാ രചിച്ച ബുർദ നമുക്കറിയാമല്ലോ, മുസ്ലിം ലോകത്ത് എക്കാലത്തും സ്വീകാര്യത ലഭിച്ചതും എല്ലാവരും ഉരുവിടുന്നതുമായ മഹത്തായ ഒരു ഖസീദയാണ്, അല്ലേ? എല്ലാവർക്കും അറിയാം. അത് മുസ്ലിം ലോകം പിൽക്കാലത്തുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരും, പണ്ഡിതന്മാരും സാധാരണക്കാരും എല്ലാവരും അത് ബറക്കത്തെടുക്കുകയും അത് ഉരുവിടുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഖുർആനിലും സുന്നത്തിനും വിരുദ്ധമായിട്ട് ഒന്നുമില്ല. മുജാഹിദിന് പറയാനുള്ളത് എന്താണെന്നറിയോ? അതിൽ ഇസ്തിഗാസ ഉണ്ട്. ഇസ്തിഗാസ അത് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹിമഹുല്ലാ അതിന്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട്.
നമുക്കെല്ലാവർക്കും അറിയാവുന്ന ബൈത്ത് യാ അക്റമൽ ഖൽഖി മാലി മൻ ആലൂദു ബിഹി സിവാകാ ഇൻദഹുലു ലിൽ ഹദീസിൽ ആലിമി വലൻ യദിഖ റസൂലല്ലാഹി ജാഹുകാ ബി ഇദൽ കരീമു لا باسم منتقم فإنا من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا അതായത് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. ഇതാണ് മുജാഹിദുകൾ വലിയ ആനക്കാര്യമായി അത് ശിർക്കാണ്, ഖുർആനും സുന്നത്തിനും വിരുദ്ധാണ് എന്ന് പറയുന്നത്. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞു, അല്ല, അത് മുസ്ലിം ലോകത്ത് എല്ലാവരും ചെയ്തതാണ്. സജ്ജനങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു തന്ന പാരമ്പര്യമുള്ള പരിപാടിയാണത്. അത് ഇമാം ബൂസീനി മാത്രമല്ല, മുജാഹിദുകൾക്ക് കൂടി സ്വീകാര്യനായ, അവർ കൂടി അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്. ഹാഫിദുദ് ദുനിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലയുടെ ദീവാനുൽ ഹാഫിൽ എന്ന ഗ്രന്ഥമാണ് എന്റെ കയ്യിൽ. ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ. യാ സയ്യിദർ റസൂലില്ലദീ ഫാഖൽ വറാ ബഅസൻ സമാ കുല്ലൽ വജൂദി വജൂദാ ഹാദി ഖിറാഅത്തു മുദ്നിബിൻ മുതമസ്സികി ബിവലായികും യൗമ കാന വലീദാ. ദീർഘമായ കവിത അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് ഇങ്ങനെ ഇസ്തിഗാസ ചെയ്യുകയാണ്. നബിയേ, യാ സയ്യിദർ റസൂലില്ലദീ ഫാഖൽ വറഹ, പ്രവാചകരുടെ നേതാവായ നബിയേ എന്ന് വിളിച്ച് വഫാത്തായ നബിയെ വിളിച്ച് ഇങ്ങനെ ഇസ്തിഗാസ ചെയ്യാണ്. ഇത് ഖുർആനും സുന്നത്തിനും വിരുദ്ധാണോ? ബുർദ ഖുർആനും സുന്നത്തിനും വിരുദ്ധാണ്. ശിർക്കാണെങ്കിൽ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി മുശ്രിക്കാണെന്ന് നിങ്ങൾ പറഞ്ഞുമോ? മഞ്ചേശ്വരത്ത് നിന്ന് ഞങ്ങൾ ചോദിച്ച ചോദ്യമാണ്. ഇപ്പോഴും മുജാഹിദുകൾ അത് കേട്ട് പ്രകമ്പനം കൊള്ളുകയാണ്. അവർക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾക്കറിയാമോ? ഹാഫിദ് ഇബ്നു സബ്ലക്കാനി നിങ്ങൾക്ക് മുജാഹിദുകൾക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയുന്ന വ്യക്തിത്വമല്ല. ഹാഫിളാണ്. ബഹുമാനപ്പെട്ടവരെ ഇജാലത്തുർ റാക്കിബ് ഫീ ദിക്രി അഷ്റഫിൽ മനാഖിബ് എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം. ദീർഘമായ വരികൾ നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നു, യാ സയ്യിദി യാ റസൂലല്ലാഹി യാ അമലി യാ മൻ നലൂദു ബിഹി ഇൻ സല്ലത്തിൽ ഖദമു യാ ഉദ്ദതി ഫീമാ ദി ഇൻദ മഅ്ദിറതി യാ മൻ ബിഹി ഫീ സുറൂ ഫി ദൈരി യൽതസിമു അഷ്കൂ ഇലൈക ذنوبا أنت تعلمها إن لم تكن مدركي حفت بي النقم. ദീർഘമായ വരികൾ. യാ സയ്യിദി യാ റസൂലല്ലാഹ്, എന്റെ നേതാവായ നബിയേ, അഷ്കൂ ഇലൈക ദുനൂബൻ അൻത തഅലമുഹാ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് നബിയേ, ഞാനതാ അങ്ങയിലേക്ക് ആവലാതി ബോധിപ്പിക്കുന്നു നബിയേ. ആരായി പറയുന്നത്? ലോക പ്രശസ്ത പണ്ഡിതൻ ഹാഫിദ് ഖാദിൽ ഖുലാത്ത് മുഹമ്മദ് ബിൻ അലി ബിൻ അഹ്മദ് അൽ വാഹിദ് അൽ അൻസാരി എന്ന് പറയുന്ന വിശ്രുത പണ്ഡിതൻ. ബഹുമാനപ്പെട്ടവരുടെ ഇജാലത്തുർ റാക്കിബ് എന്ന ഗ്രന്ഥത്തിലാണ് ഇത് പറയുന്നത്. എത്ര പണ്ഡിതന്മാർ ഇതുപോലെ ഇസ്തിഗാസ നടത്തിയ, എത്രയെത്ര പണ്ഡിതന്മാർ നോക്കൂ നിങ്ങൾ. മുസാബറത്തുൻ നുദുമാനിൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുല്ലാഹി റാസി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇസ്തിഗാസ ചെയ്യുന്നത് നോക്കൂ. യാ ഖൈറ മൻ ബഖി അസ്സമാഅ ബിനൈഹി വഖദ് ഇജ്തബാഹു ബിദീനിഹി മുഖ്താറുഹു ഇന്നി അതൈതുക ഹാരിബൻ മിൻ ദില്ലതി ഫസ്ഫർ ലിഹിബ്ബിക ഖദ് അലത് ഔസാറുഹു.
അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു പറയുന്നു, നബിയേ ഇന്നി അതൈതുക ഹാരിബൻ, ഞാൻ മിൻ മില്ലത്തി ഫശ്ഫഅ യുഹിബ്ബിക, നബിയേ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്ത് മോശക്കാരനായിരിക്കുന്നു നബിയേ, അതിൽ നിന്ന് രക്ഷപ്രാപിച്ച് തങ്ങളുടെ ശഫാഅത്ത് എനിക്ക് നൽകി ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി വന്നതാണ് നബിയേ. എത്ര പണ്ഡിതന്മാർ സഹോദരന്മാരെ, ലോകത്ത് എല്ലാ പണ്ഡിതന്മാരും ഇതുപോലെ ഇസ്തിഗാസയും തവസ്സുലും ഒക്കെ ചെയ്തവരാണ്. മുസ്ലിം ലോകത്തെ അതിൽ തർക്കമില്ല. ബഹുമാനപ്പെട്ട ഹാഫിള് ഇമാം തഖീയുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ, യഅലം അന്നഹു യജൂസു വയഹ്സുലു വത്തവസ്സുലു വൽ ഇസ്തിഗാസത്തു വത്തശഫഉ ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് തവസ്സുലും ഇസ്തിഗാസയും അതുപോലെ തന്നെ തശഫഉം ശഫാഅത്ത് തേടലും അത് അനുവദനീയമാണെന്ന് മാത്രമല്ല പുണ്യകർമ്മവുമാണ്. അത് അനുവദനീയമാണ്, പുണ്യകർമ്മമാണ് എന്നത് എല്ലാവർക്കും അറിയപ്പെട്ട കാര്യമാണ്. അൽ മഅറൂഫത്തു മിൻ ഫിഅലിൽ അംബിയാഇ വൽ മുർസലീൻ, അംബിയാ മുർസലീൻ എന്ന് അറിയപ്പെട്ട കാര്യമാണത്. വലം യുൻകിർ ദാലിക അഹദുൻ, അതിനെ ഒരാളും നിഷേധിച്ചിട്ടില്ല. ഹത്താ ജാ ഇബ്നു തൈമിയ്യ വരുന്നത് വരേക്കും ആരും നിഷേധിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ. അപ്പൊ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെല്ലാവരും വ്യക്തമാക്കി പറഞ്ഞ കാര്യമാണ് ഇസ്തിഗാസ. അത് പൂർവ്വ മുസ്ലിമീങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് സജ്ജനങ്ങളുടെ പഹതയാണ്. അതാണ് ബുർദയിൽ മുജാഹിദുകൾക്ക് പിടിക്കാതെയായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായി പലതുമുണ്ട് എന്ന് മുജാഹിദുകൾ പറയുന്നത്. എന്നിട്ടോ അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കുന്ന സുന്നികൾ, ആ സുന്നികളുടെ ആദരവിനെ കൊച്ചാക്കിക്കൊണ്ട് മുജാഹിദുകൾ പറയുന്നത് നിങ്ങൾ നോക്കൂ. അള്ളാഹുവിന്റെ റസൂലിനെ അമിതമായി ആദരിക്കുന്ന പരിപാടിയുണ്ട് സുന്നികൾക്ക്. അത് ശരിയല്ല, അതൊരിക്കലും ശരിയല്ല. പ്രവാചകരെ അമിതമായി ആദരിക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ. മുജാഹിദ് മൗലവി പറയും, ആളെ കാസറ്റ് വെക്കും, ആള് തന്നെ പറയട്ടെ. ഒരാളെ ആദരിക്കേണ്ട അതിൽ വിട്ട് അമിതമായി ആദരിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഇസ്ലാമിൽ ഉണ്ടോ സുഹൃത്തുക്കളെ? ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഒരാളെ അമിതമായി ആദരിക്കാൻ പാടുണ്ടോ? ആദരവിന്റെ പരിധി വിട്ടിട്ട് അപ്പുറം കിടക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഇല്ല ഇസ്ലാമിൽ. എന്നാൽ സുന്നി പ്രസ്ഥാനം പറയുന്നതറിയാം, ഞങ്ങളുടെ ഇസ്സത്തിന്റെ കാരണം ഞങ്ങൾ ഔലിയാക്കളെയും അമ്പിയാക്കളെയും അമിതമായി ആദരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അമിതമായി ആദരിക്കുകയാണ് സുന്നികൾ ചെയ്യുന്നത്. എന്നിട്ട് അതിന് മൂപ്പര് തെളിവ് പറയുകയാണ്. കീലത്ത് മുഹമ്മദ് മാസ്റ്റർ അവതാരിക എഴുതിയ ഒരു പുസ്തകം എടുത്തു കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം തെളിവുദ്ധരിക്കുന്നത്. എന്നിട്ടോ ഇങ്ങനെ സുന്നികൾ അങ്ങേയറ്റം ആദരിക്കുക എന്ന പരിപാടി അത് റസൂലുള്ളാഹി തങ്ങളെ ചെയ്യാൻ പറ്റൂല. പറ്റാതിരിക്കാൻ കാരണം